ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് വ്ളോഗോ അല്ലെങ്കിൽ മറ്റ് ഷോർട്സോ അങ്ങനത്തെ വേറെ കുക്കിംഗ് വ്ളോഗോ ഒന്നും അല്ല കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണവും എൻ്റെ യൂട്യൂബ് എങ്ങനെ മോണിറ്റൈസേഷൻ ആയി, ഇതുവരെ എങ്ങനെ എത്തി, എന്താണ് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കേട്ടോ. അപ്പം ഇതുവരെ ചാനൽ തുടങ്ങാത്തവരായാലും തുടങ്ങിയിട്ടുള്ളവരായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലിലേക്ക് ഒന്ന് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ ഒരുപാട് ലോങ് ആക്കുന്നില്ല. ഞാനിന്ന് പറയുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാനൊരു ഹൗസ് വൈഫാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വിചാരിച്ചു വെറുതെ ഇരുന്ന് പകൽ ഉറങ്ങി രാത്രി ഉറക്കമില്ലാതെ വരുന്നു. പകൽ ഫുൾ ടൈം ഉറങ്ങുന്നതോടെ രാത്രി ഉറക്കമില്ലായിരുന്നു. അപ്പം വിചാരിച്ചു, അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് സമയം പോകാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബ് ചാനൽ തുടങ്ങുമോ, അതിനകത്ത് ചെറിയ ഷോർട്സൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അതൊന്ന് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു വരുമാനവും കൂടെ കിട്ടുമല്ലോ. അല്ലാതെ ഞാൻ ഷോയ്ക്കൊന്നും തുടങ്ങിയതല്ല കേട്ടോ, ഞാൻ ശരിക്കും വരുമാനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ചാനലാണ്. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു, ട്രാവലിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യമേ ഇടുമ്പോഴൊക്കെ ഒരു 1K നമ്മളെ സംബന്ധിച്ച് ഒരാൾ ഒരു വ്യൂ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. കാരണം ആ ഒരു വ്യൂ എൻ്റെ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ടൈം. പിന്നീടൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ ഒരു 2K കയറി, 2K വ്യൂവേഴ്സൊക്കെ. ഇപ്പോൾ 2000 വ്യൂവേഴ്സിൽ ഇത്ര വ്യൂവേഴ്സ് കണ്ടു, ഒരു 500 വ്യൂവേഴ്സെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സന്തോഷം നമുക്ക് കൂടും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരെയും പോലെ 1K വ്യൂവേഴ്സൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷിച്ചിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ സന്തോഷിച്ച് കുറേ നാൾ വീഡിയോകളൊക്കെ ചെയ്ത് കുക്കിംഗ് വീഡിയോയ്ക്ക് എനിക്ക് വലിയ റീച്ച് ഫീൽ ചെയ്യാതെ വന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വ്യൂ. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ലായിരുന്നു നമ്മളെ ലൈവ് ചെയ്ത് വാച്ച് അവർ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. ലോങ് വീഡിയോ എനിക്ക് അത്രയ്ക്ക് പറ്റായി വന്നു. അപ്പം ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോയിൽ തന്നെ നിന്നു. വ്യൂവേഴ്സ് കൂട്ടി എന്നത്ര 10 മില്യൺ വ്യൂസ് ആക്കി എടുക്കാൻ അറിയില്ല എന്നറിയാം, എന്നാലും അതിനുവേണ്ടി തന്നെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് പ്രൈവറ്റ് വീഡിയോസൊക്കെ എടുത്തിടാൻ തുടങ്ങി. പ്രൈവറ്റ് വീഡിയോസൊക്കെ എടുത്തിട്ടപ്പോൾ അതിനകത്ത് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നു. ആ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ചാനലങ്ങ് ഡൗൺ ആയതെന്ന് പറഞ്ഞാൽ ഡൗണായി തീരെ വ്യൂ ഇല്ലാതെ 30, 40, 50 വ്യൂവിലോട്ടൊക്കെ പോയി. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളാരും തമാശയായിട്ട് വിചാരിക്കരുത്. കോപ്പിറൈറ്റ് ഇഷ്യൂ നല്ലൊരു വിഷയം തന്നെയാണ്. ഞാൻ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂവിനെ കുറിച്ച് വേറൊരു വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് പറയാം. അങ്ങനെ ഞാൻ ചാനലൊക്കെ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങി. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ വീഡിയോസ് തന്നെ, എനിക്ക് കോമഡി ഒന്നും വർക്കൗട്ട് ആകത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഞാനൊരു കോമഡിയൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ കോമഡി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് നല്ല ഇങ്ങനെ വ്യൂസിലോട്ടൊക്കെ പോകുന്നുണ്ട്. എനിക്ക് നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതിനുശേഷം ആ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. 2K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. 1000 പേര് എനിക്ക് ഫാൻസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഭയങ്കര സന്തോഷമൊക്കെ കണ്ടെത്തി. അന്ന് എനിക്ക് ലൈവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്നത് ഷോർട്സ്, ലോങ് വീഡിയോ മാത്രമായിരുന്നു. യൂട്യൂബ് ചാനൽ എന്താണെന്ന് അറിയത്തില്ല, യൂട്യൂബ് ചാനൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നിരിക്കുകയാണ് ഞാനിങ്ങനെ ഒരാളുടെ ലൈവ് കാണാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈവിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ലൈവ് ചെയ്താൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ലൈവ് ചെയ്ത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ലൈവിൽ നമുക്ക് നന്നായിട്ട് വാച്ച് അവർ കയറ്റിയെടുക്കാൻ പറ്റും. ലോങ് വീഡിയോക്കായും കൂടുതൽ വാച്ച് അവർ കയറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ലൈവൊക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഉടൻ തന്നെ ലൈവ് ചെയ്യുക കേട്ടോ. ലൈവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് വാച്ച് അവർ കിട്ടും. പിന്നെ അത്രയ്ക്ക് കഷ്ടപ്പാടാണ്, കുറേ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടതുണ്ട്. ആ സമയമൊക്കെ നമ്മൾ കണ്ടെത്തി ഒരേ ടൈമിൽ തന്നെ
തന്നെ പല പല സമയത്ത് തോന്നുന്ന രീതിയിൽ ഒന്നും ലൈവ് ഇടരുത്. കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് പറ്റിയൊരു ഫ്രീ ടൈം ഏതാണോ ആ ടൈം തിരഞ്ഞെടുത്ത് ആ ടൈമിൽ തന്നെ നമ്മൾ ലൈവ് ഇടാൻ ശ്രമിക്കുക. തമ്പനയിലും ടൈറ്റിലും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ആകർഷിക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വ്യൂവേഴ്സ് വരും കേട്ടോ. പക്ഷെ ഞാൻ തമ്പനയിലും ക്യാപ്ഷനും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ലൈവ് ചെയ്തിട്ടില്ല. 1-2 ലൈവ് മാത്രമേ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പോലും എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് വ്യൂവേഴ്സൊക്കെ കയറിയിട്ട് അപ്പോൾ ഞാനൊരു വൈകുന്നേരമായിരുന്നു ലൈവ് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ടൈമൊക്കെ ലൈവ് ചെയ്ത് ലൈവ് കണ്ട് പേടിച്ച് ആ ലൈവ് ഡിലീറ്റ് ആക്കിയ ആളാണ് ഞാൻ. കാരണം റോങ് മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ലൈവൊക്കെ ഇടാതിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ലൈവ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒരു ലൈവ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൽ പല ആൾക്കാരും വരുന്ന ആൾക്കാരെല്ലാം പല സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രധാന കാര്യം നമ്മുടെ ലൈവ് ചെയ്ത് നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ലൈവൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി. വൈകിട്ടത്തെ ലൈവിലൊക്കെ എനിക്ക് നല്ല വ്യൂ കുറയണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ടൈം അതല്ല. അങ്ങനെ ഞാൻ ഇരുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ചെങ്കിൽ പള്ളി ഞാൻ രാവിലെ എൻ്റെ മക്കൾ 2 പേര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ രാവിലെ 10 മണിക്ക് ലൈവ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 10 മണിക്ക് ലൈവ് ഇട്ട് തുടങ്ങി. ആ 10 മണിക്ക് ഞാൻ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ 10 മണി ഞാൻ ഇട്ട് പോയി കേട്ടോ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പം ഞാൻ അതിൽ ചെയ്ത ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ടൈമിങ് മസ്റ്റായിട്ട് നോക്കി 10 മണിക്ക് തന്നെ ഞാൻ ലൈവ് ഇട്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പോയിട്ടുണ്ട്. അതാണ് സമയം എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഷോർട്സ് പോസ്റ്റ് ചെയ്താലും നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്താലും നമ്മൾ ലൈവ് ഇടുമ്പോഴും നമുക്ക് കൃത്യമായിട്ടൊരു സമയം ഉണ്ടായിരിക്കണം. ആ സമയത്ത് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ഒരു പോസ്റ്റിന് വേണ്ടിയോ ഒരു ലൈവിന് വേണ്ടിയോ വെയിറ്റിങ്ങിലായിരിക്കും. ആ സമയത്താണ് യൂട്യൂബ് നമ്മളെ അവരുടെ അടുത്തോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ ഞാൻ ടൈമിങ്ങിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ലൈവിന് വ്യൂവേഴ്സ് വരാൻ തുടങ്ങി. നല്ല രീതിക്ക് ലൈക്കുകൾ വരാൻ തുടങ്ങി. ഫസ്റ്റ് ടൈമൊക്കെ എനിക്കും 8 ലൈക്ക് 16 വ്യൂവേഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനൊരു ടൈമിങ്ങിൽ ലൈവ് ഇട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് വ്യൂവേഴ്സ് തുടങ്ങി. അതിനുശേഷം എനിക്ക് നല്ല വാച്ച് അവർ കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എപ്പോഴും 5 ദിവസം ബാക്ക് ഇട്ടായിരിക്കും നമ്മുടെ വാച്ച് അവർ നമുക്ക് കാണിക്കുക. അപ്പോൾ ഓരോ ദിവസവും കഴിയുന്തോറും എനിക്കൊരു ദിവസം 85 വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്, 100 വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതും. ഈ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു പേടിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വന്ന് മോശം കമൻറ്റുകൾ ഇടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, കണ്ടിരിക്കുന്നവർ എന്ത് വിചാരിക്കും, അതൊരു നെഗറ്റീവ് അല്ലേ. അപ്പം നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങുന്നവരായാലും തുടങ്ങാനിരിക്കുന്നവരായാലും ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന ലൈവ് ആളുകളോടായാലും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കലും നിങ്ങൾ മോശം കമൻറ്റുകൾ കണ്ട് വിഷമിക്കുകയോ ഇതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ചാനലിൽ നിന്നൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ. കാരണം മോശമെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നത് നമ്മളല്ല, അതൊന്നും നമ്മളെ ബാധിക്കില്ല, അതൊന്നും നമ്മളുടെ അല്ല. അപ്പം ആ വന്നിടുന്ന ആൾക്കാരാണ് മോശക്കാർ എന്ന് വിചാരിച്ച് തന്നെ നിങ്ങളുടെ ലൈവ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അങ്ങനെ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്ത് എനിക്ക് ഏകദേശം ഹാഫ് മോണി ആയിട്ടുണ്ടായിരുന്നു. ഹാഫ് മോണി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഫുൾ മോണി ആക്കാൻ ഒരു 1000 വാച്ചവറും കൂടെ വേണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് തോന്നും, നമ്മൾ ഏതൊരു മനുഷ്യനായാലും ഹാഫ് മോണി ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുൾ മോണി ആക്കാനുള്ള ഒരു വെപ്രാളം എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ഫുൾ മോണി ആക്കാൻ വേണ്ടിയിട്ട് പിന്നീട് 2 ടൈം വെച്ച് ലൈവ് ഇട്ടു. 3 മണിക്കൂർ രാവിലെയും 10 മണിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷവും. അങ്ങനെ 2 ലൈവ് വീതം ഇട്ട് അതിനുശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ വീണ്ടും ഫുൾ മോണി ആയിത്തീർന്നു. അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ഒരു യാത്രയെന്ന് പറയുന്നത് ആദ്യം ഷോർട്സിലൂടെ പിന്നെ ലോങ് വീഡിയോയിലൂടെ, അതിൽ രണ്ടിലും പറ്റായി വന്നു. നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ തുടങ്ങിയില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല, ഇതുവരെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഉറപ്പായിട്ട് ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. അതുപോലെ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുക, നമ്മൾ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് പോവുക. ലോങ് വീഡിയോ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ ലോങ് വീഡിയോയിലൂടെയാണ്. കാരണം ലോങ് വീഡിയോയ്ക്കകത്തൂടെയാണ് ആഡുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ
ആഡ്സിൻ്റെ ക്യാഷാണ് നമുക്ക് കൂടുതലായിട്ട് ലോങ് വീഡിയോ. അപ്പം നല്ല കണ്ടൻറ്റുള്ള വീഡിയോസൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നൊരു വരുമാനം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലൈവിൽ നിന്ന് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, സൂപ്പർ സ്റ്റിക്കർ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരു വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫായിട്ടുള്ള അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്തവരെല്ലാം എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളാം. ഇതുവരെ ലൈവ് ഇടാത്തവരെല്ലാവരും എത്രയും പെട്ടെന്ന് ലൈവ് ഇട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എല്ലാവരും ഒരു നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നെഗറ്റീവിനെയൊക്കെ തള്ളിക്കളയുക. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ തുടങ്ങാനുണ്ടായ കാരണവും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തതും ഞാൻ ലൈവ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ചാനൽ അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.